VRN ടൂറിന്റെ എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ മൂന്നാർ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണോ? 2 ദിവസം കൊണ്ട് മൂന്നാറിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് ട്രിപ്പ് പ്ലാനാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മൂന്നാറിൽ നിങ്ങൾ കണ്ടതും കാണാത്തതുമായ ഒത്തിരി സ്ഥലങ്ങൾ, ഫാമിലി ആയിട്ടും ബാച്ചിലർ ആയിട്ടും സുരക്ഷിതമായി താമസിക്കാൻ പറ്റുന്ന സ്റ്റേകൾ, നല്ല കേരള നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്, ഇവയെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 വർഷം മുന്നേ ഞങ്ങളൊരു മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് കിട്ടി. അതിനെല്ലാം നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ ഒരുപാട് പേര് ആവശ്യപ്പെട്ട കാര്യമാണ് പുതിയ മൂന്നാർ കാഴ്ചകളും പുതിയ സ്ഥലങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാമോന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വട്ടവട പോലുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ മൂന്നാർ കാഴ്ചകളുമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മൂന്നാർ പോകാൻ പ്ലാൻ ചെയ്യുന്നവരെല്ലാം ഈ വീഡിയോ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മൂന്നാറിന്റെ കവാടം എന്നറിയപ്പെടുന്ന നേര്യമംഗലം പാലം കടന്ന് മൂന്നാർ എത്തുന്നതിന് തൊട്ടു മുൻപിലായി പ്രധാനപ്പെട്ട 3 വെള്ളച്ചാട്ടങ്ങൾ കാണാം. റോഡിൽ നിന്ന് തന്നെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത് കൊണ്ട് ഈ വെള്ളച്ചാട്ടങ്ങൾ കാണുന്നതിനായി അധികം സമയം എടുക്കില്ല. അതിൽ ആദ്യത്തേതാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. മൂന്നാർ എത്തുന്നതിന് 44 കിലോമീറ്റർ മുന്നെയാണ് ഈ വെള്ളച്ചാട്ടം. മഴക്കാലത്താണ് കൂടുതൽ ഭംഗി. വേനലവധിയിൽ തീരെ വെള്ളം ഇല്ല എന്ന് തന്നെ പറയാം. ഞങ്ങൾ പോയത് ഈ ഫെബ്രുവരി മാർച്ചിലായിരുന്നു. അന്നേരം വെള്ളം തീരെ ഇല്ല എങ്കിലും ഒരുപാട് സന്ദർശകർ അന്നേരം കാണാനായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു ഡെസ്റ്റിനേഷനാണ് റോഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള വാളറ വെള്ളച്ചാട്ടം. മൂന്നാർ പോകുന്നവരെല്ലാം തന്നെ ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ടായിരിക്കും മൂന്നാറിലേക്ക് പോകുന്നത്. റോഡിൽ നിന്ന് കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയമൊന്നും എടുക്കേണ്ടി വരില്ല. കണ്ട് ആസ്വദിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് യാത്ര തുടങ്ങാവുന്നതാണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു ഡെസ്റ്റിനേഷനാണ് മൂന്നാറിൽ നിന്നും 9 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിലുള്ള അതിമനോഹരമായിട്ടുള്ള ആട്ടുകാട് വെള്ളച്ചാട്ടം. ദൂരെ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ ആയിരിക്കും ഈ ആട്ടുകാട് വെള്ളച്ചാട്ടത്തിൽ നമുക്ക് കിട്ടുന്നത്. മൂന്നാർ വരുന്നവർ ഒരിക്കലും ഈ ഒരു പ്ലേസ് മിസ് ചെയ്യരുത്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളും കണ്ട് നിങ്ങൾ മൂന്നാർ ടൗണിൽ ഒരു 8 മണിയോടുകൂടി എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് റൂം എടുത്ത് ഫ്രഷായി സൈറ്റ് സീയിങ്ങിലേക്ക് പോകാം. മൂന്നാറിൽ ഒത്തിരി ഹോട്ടൽസും റിസോർട്ട്സും ഉണ്ടെങ്കിലും നിങ്ങൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുള്ള 2 ഓപ്ഷൻസ് ആണ് PWD റെസ്റ്റ് ഹൗസും ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസും. ഒരു 600-700 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷൻ ലഭ്യമാണ്. പിന്നെ ഓൺലൈൻ ആയിട്ട് മാത്രമേ ഇവിടെ ബുക്കിംഗ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വരുന്ന ഡേറ്റ്സ് പ്രയർ ആയിട്ട് ഓൺലൈനിൽ സൈറ്റ് ഉണ്ട്, സൈറ്റിൽ കയറി ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാം. ഫാമിലി ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ വരികയാണെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് ആണ് PWD റെസ്റ്റ് ഹൗസും ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസും. റൂം എടുത്ത് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് മാട്ടുപ്പെട്ടി വട്ടവട ടോപ്പ് സ്റ്റേഷൻ റൂട്ടിലേക്കാണ്. ഈ റൂട്ടിൽ തന്നെ ഏകദേശം 13ഓളം സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മൾ ഈ റൂട്ടിലേക്ക് തിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സൈറ്റ് സീയിങ്ങിനാണ് പോകുന്നത്. 13ഓളം സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി രാവിലെ തന്നെ തിരിക്കാൻ ശ്രമിക്കുക. ഈ റൂട്ടിൽ നമ്മൾ കാണാൻ പോകുന്ന ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ്, അതായത് 4ാമത്തെ ഡെസ്റ്റിനേഷനാണ് മൂന്നാറിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള റോസ് ഗാർഡൻ. പേര് പോലെ തന്നെ ഒട്ടനവധി വെറൈറ്റി റോസ് ചെടികളും നമ്മൾ കണ്ടതും കാണാത്തതുമായ അനേകം ചെടികളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഈ ചെടികളുടെ വിൽപ്പനയും ഇവിടെയുണ്ട്. ടിക്കറ്റ് വന്നിട്ട് ഒരാൾക്ക് 50 രൂപയാണ്. കുട്ടികൾക്ക് പ്രത്യേകം ചാർജസ് ഒന്നുമില്ല. ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു ഡെസ്റ്റിനേഷനാണ് ഫോട്ടോ പോയിന്റ്. തേയിലത്തോട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനോഹരമായ ഫോട്ടോസ് എടുക്കാം. കൂടാതെ ഇവിടെ ഹോഴ്സ് റൈഡും പിന്നെ ഷോപ്പിംഗ് സെന്റേഴ്സും ഭക്ഷണശാലകളും ഒക്കെ ഉണ്ട്. പൊതുവെ ഈ സ്ഥലത്ത് ഭയങ്കരമായ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിരാശപ്പെടേണ്ടതില്ല. നമ്മൾ പോകുന്ന റൂട്ടിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു ഡെസ്റ്റിനേഷനാണ് നമ്മുടെ 6ാമത്തെ ഡെസ്റ്റിനേഷനാണ് കാർമൽഗിരി ബൊട്ടാണിക്കൽ ഗാർഡൻ.
മൂന്നാറിൽ നിന്നും 6 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ കാക്ടസ് കളക്ഷൻ ഉള്ളത് ഇവിടെയാണ്. മാത്രമല്ല ഒട്ടനവധി ചെടികളും ഓറഞ്ച് ഒക്കെ കാഴ്ച നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കാണാം. ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. മാത്രമല്ല ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് ഉണ്ടാക്കി ലൈവായി അവിടെ സെയിൽസിനും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ മൂന്നാർ വരുന്നവർ ഒരിക്കലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു ഡെസ്റ്റിനേഷനാണ് കാർമൽഗിരി എലിഫന്റ് പാർക്ക്. പേര് പോലെ തന്നെ ആനകളെ നമുക്ക് വളരെ അടുത്തായി കാണാനും അതുപോലെ തന്നെ ഇവിടെ ആന സഫാരിയും അവൈലബിൾ ആണ്. അപ്പോൾ ആന സഫാരിക്ക് ഇവിടെ ചാർജ് കൊടുക്കണം. ഒരാൾക്ക് ഒരു 400 രൂപ മുതൽ 450 അങ്ങനെയാണ് റേഞ്ച് പോകുന്നത്. പിന്നെ കുട്ടികളുമായിട്ടൊക്കെ വരികയാണെങ്കിൽ നമ്മൾക്ക് ആനകളെ കാണുന്നതിനൊന്നും ഫോട്ടോ എടുക്കുന്നതിനും ഒന്നും പ്രത്യേകിച്ച് ചാർജ് കൊടുക്കേണ്ട. നമ്മൾ ആന സഫാരി ചെയ്യുകയാണെങ്കിൽ മാത്രമേ ചാർജ് ഈടാക്കുന്നുള്ളൂ. അപ്പോൾ ആന സഫാരി കഴിഞ്ഞ് വരുന്നവർക്ക് ആനയെ ഫീഡ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുമായിട്ട് വരുന്നവർ ഒരിക്കലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത്. അപ്പോൾ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു ഡെസ്റ്റിനേഷനാണ് മൂന്നാറിൽ നിന്നും 11 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരുപാട് നമുക്ക് കേട്ട് പരിചയമുള്ള മാട്ടുപ്പെട്ടി ഡാം. അപ്പോൾ ഇവിടെ മെയിനായിട്ടും കുറച്ച് ഷോപ്പിംഗ് സെന്റേഴ്സ് ആണുള്ളത്. സ്പൈസസ് ഷോപ്പും ചോക്ലേറ്റ് ഷോപ്പും കുട്ടികൾക്കായിട്ടുള്ള ടോയ്സിന്റെ ഷോപ്പും കൂടാതെ ഒരുപാട് ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ ഇവിടെ ഉണ്ട്. ഒരിക്കലും ഈ റൂട്ടിൽ ഈ മാട്ടുപ്പെട്ടി ഡാം ഒരിക്കലും മിസ് ചെയ്യരുത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിനോട് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന സൺ മൂൺ വാലി ബോട്ടിംഗ് ക്ലബിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരുപാട് ബോട്ടിംഗ് ഓപ്ഷൻസ് ഉണ്ട്. മാത്രമല്ല കുട്ടികൾക്കായിട്ടുള്ള 3D ആനിമേഷൻ സെന്ററും ഒരു റിസോർട്ടും ഇതിനോടൊപ്പം പ്രവർത്തിച്ചു പോരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് ഇത് ക്ലോസ്ഡ് ആയിരുന്നു. നിങ്ങൾ വരുമ്പോൾ ഒരിക്കലും ഈ ഒരു പ്ലേസ് മിസ് ചെയ്യരുത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് മാട്ടുപ്പെട്ടി ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് ആണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ സ്വിറ്റ്സർലാൻഡ് തമ്മിലുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫാമിംഗ് രീതികളെ കുറിച്ച് കൂടുതലായി പഠിക്കാനും കാണുവാനും സാധിക്കും. സാധാരണ ഇതിനകത്ത് നമുക്ക് പബ്ലിക്കിന് അക്കോമഡേഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ നിലവിൽ അത് കൊടുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല നമ്മൾ ഇവിടെ കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനായി പ്രയർ ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു ഡെസ്റ്റിനേഷനാണ് മൂന്നാർ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എക്കോ പോയിന്റ്. ഈ എക്കോ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലേക്കാണ്. ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലേക്കാണ്. നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിന്റെയും കുണ്ടല ഡാമിന്റെയും ഇടയ്ക്കുള്ളൊരു സ്പോട്ടാണ് ഈ ഒരു എക്കോ പോയിന്റ്. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമ്മൾ ഈ ലേക്കിന്റെ ഇപ്പുറത്ത് നിന്ന് ഉറക്കെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ആ എക്കോ തിരിച്ച് നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ ഞങ്ങളിപ്പോൾ ചെന്നപ്പോൾ അവിടെ ഓപ്പൺ അല്ലായിരുന്നു. നിങ്ങൾ വരികയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു പ്ലേസ് മിസ് ചെയ്യരുത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ് എക്കോ പോയിന്റ്. എക്കോ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മൂന്നാറിന്റെ മറ്റൊരു ആകർഷകമായ സ്പോട്ടിൽ ഒന്നായ കുണ്ടല ഡാമിലേക്കാണ്. കുണ്ടല ഡാമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമിന് കുറുകെയുള്ള പാലത്തിലൂടെ നമ്മൾക്ക് നടക്കാം, ഫോട്ടോസ് ഒക്കെ എടുക്കാം. മാത്രമല്ല ഡാമിന്റെ പാലത്തിന്റെ മേളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കൂടാതെ ഇവിടെ ബോട്ടിങ്ങും ഹോഴ്സ് റൈഡും ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. യൂക്കാലിപ്റ്റസ് മരങ്ങൾക്കിടയിൽ വളരെ ശാന്തമായി നമ്മൾക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ എക്കോ പോയിന്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം കൂടുതലും ഇവിടെ പോകാൻ സാധ്യതയുണ്ട്. ടൈം മാനേജ് ചെയ്ത് സ്ഥലങ്ങൾ കണ്ട് യാത്ര തുടരുക. ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു സ്ഥലമാണ് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ. മൂന്നാറിൽ നിന്നും 38 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന യെല്ലപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടെ കയറുന്നതിനായിട്ട് നമുക്ക് എൻട്രി ടിക്കറ്റ് വരുന്നത് 10 രൂപയാണ്. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് കേരള തമിഴ്നാട് ബോർഡറും അതുപോലെ തന്നെ വാച്ച് ടവറിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂവും കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ കോടമഞ്ഞ് വീഴുകയും മാറുകയും ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല നമ്മൾ ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് ഷോപ്പിംഗ് സെന്റേഴ്സ് ഉണ്ട്. ചോക്ലേറ്റ് ഷോപ്പുകളും സ്പൈസസ് ഷോപ്പുകളും വട്ടത്തൊപ്പിയും കുട്ടികളുടെ ടോയ്സിന്റെ ഷോപ്പും അതുപോലെ തന്നെ ചോളവും ക്യാരറ്റും ഫ്രഷ് ഫ്രൂട്ട്സും എല്ലാം തന്നെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കഴിയും. അപ്പോൾ ഈ ഒരു പ്ലാൻ അനുസരിച്ച് നിങ്ങൾ ടോപ്പ്
ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു ഉച്ചയോട് അടുപ്പിച്ചായിരിക്കും ടോപ്പ് സ്റ്റേഷനിൽ എത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഈ പോകുന്ന റൂട്ടിലൊന്നും ഫുഡിന്റെ കോർണേഴ്സ് ഇല്ല. ഈ ടോപ്പ് സ്റ്റേഷനിൽ ഇപ്പോൾ അത്യാവശ്യം ഫുഡിന്റെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളും ഇവിടുന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. സാധാരണ എല്ലാവരും ടോപ്പ് സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് മൂന്നാറിലേക്ക് യാത്ര തിരിക്കുകയാണ് പതിവ്. പക്ഷേ അവിടം കൊണ്ട് യാത്ര തീരുന്നില്ല. ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് 10 കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കേരളത്തിന്റെ കാർഷിക ഗ്രാമം എന്നറിയപ്പെടുന്ന വട്ടവടയിലേക്ക് പോകണം. അവിടേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വട്ടവടയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് കടന്നു വേണം നമ്മൾക്ക് പോകാൻ. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമേ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഇരുവശങ്ങളിലായിട്ട് വന്യമായ കാടും യൂക്കാലി മരങ്ങളും മൊട്ടക്കുന്നുകളും ഒക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ റൂട്ടിൽ പോകുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കരുത്. അങ്ങനെയുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം നമുക്ക് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. വട്ടവട എത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകരുത്. കാരണം പോകാൻ കഴിയില്ല. എല്ലാം തന്നെ ഓഫ് റോഡുകളാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ വട്ടവടയിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണുന്നതിനായിട്ട് നമുക്ക് ജീപ്പ് സഫാരി എടുക്കാവുന്നതാണ്. ഒരു 3 തൊട്ട് 4 മണിക്കൂറിന് അവർ ഈടാക്കുന്നത് 2000 മുതൽ 2500 രൂപ വരെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ജീപ്പ് സഫാരിയിൽ നമുക്ക് അവിടെയുള്ള പ്രധാനപ്പെട്ട സ്ട്രോബെറി തോട്ടങ്ങളും വ്യൂ പോയിന്റുകളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം തന്നെ കാണാൻ കഴിയും. ഇതെല്ലാം കണ്ട് നിങ്ങൾക്ക് മൂന്നാറിലേക്ക് തിരികെ പോകണമെങ്കിൽ പോകാം. ഇനി അതല്ല, നിങ്ങൾ വട്ടവടയാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വട്ടവടയിൽ സ്റ്റേ ചെയ്ത ഒരു അടിപൊളി റിസോർട്ട് പരിചയപ്പെടുത്താം. സഹാരി മാരിയന്റൽ എന്ന കാടിനോട് ഇഴകി ചേർന്ന് അതിമനോഹരമായിട്ടുള്ള ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടാണ്. ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയറും ബാർബിക്യൂവും അതുപോലെ തന്നെ ടെന്റ് സ്റ്റേയും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഈ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. രണ്ടാമത്തെ ദിവസം മാക്സിമം രാവിലെ തന്നെ മൂന്നാറിൽ നിന്നും യാത്ര തിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും നല്ലൊരു ചോയ്സ് ആണ് ഗുരുഭവൻ റെസ്റ്റോറൻറ്റ്. പേര് മാറിപ്പോകരുത്, ഗുരുഭവൻ റെസ്റ്റോറൻറ്റ്. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥിരമായി മൂന്നാറിൽ വരുമ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. വളരെ നീറ്റായിട്ടും വളരെ നല്ല കസ്റ്റമർ സർവീസും അതുപോലെ തന്നെ നല്ല ബഡ്ജറ്റഡ് ആയിട്ടാണ് ഇവിടുത്തെ ഫുഡും സർവീസും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത് മൂന്നാറിൽ തന്നെയുള്ള മൂന്നാർ ടൗണിൽ നിന്നും വെറും 1 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ടീ മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് പെർ ഹെഡ് 120 റുപ്പീസ് ആണ്. അപ്പോൾ ഈ 120 രൂപ എടുത്ത് നമ്മൾ കയറിയാലും നഷ്ടം വരുന്നില്ല. കാരണം ഒരുപാട് പഴയ കാലത്തെ ആന്റിക് സാധനങ്ങളും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒട്ടനവധി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അതുപോലെ തന്നെ തേയിലപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിന്റെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ സ്റ്റേജസും നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞു തരാനും ആളുണ്ട്. നമ്മൾക്ക് അതെല്ലാം കാണുകയും ചെയ്യാം. മാത്രമല്ല റിപ്പിൾ ടീയുടെ ഒരു സെയിൽസ് ഔട്ട്ലെറ്റും അവിടെയുണ്ട്. അവിടെ നമുക്ക് ലൈവായിട്ട് പല ഫ്ലേവറിലുള്ള ചായ കുടിക്കുകയും ചെയ്യാം. തേയില വേണം എന്നുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങി വരികയും ചെയ്യാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത് മറയൂർ കാന്തല്ലൂർ റൂട്ടിലാണ്. അതിൽ തന്നെ ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇരവികുളം നാഷണൽ പാർക്കാണ്. ഇരവികുളം നാഷണൽ പാർക്കിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം രാവിലെ എത്താൻ തന്നെ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ വരയാടുകളെ വളരെ അടുത്ത് നിന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഫെബ്രുവരി മാർച്ച് പീരീഡിൽ പോവുകയാണെങ്കിൽ അവിടെ വരയാടുകളുടെ ബ്രീഡിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറ്റി വിടില്ല. അപ്പോൾ ഈ ഏപ്രിൽ 1 മുതൽ ബ്രീഡിംഗ് ടൈമൊക്കെ കഴിഞ്ഞ് വീണ്ടും റീഓപ്പൺ ചെയ്യാനുള്ള ഇതായിട്ടുണ്ട്. അപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ എന്തായാലും നിങ്ങൾക്ക് ഇരവികുളം നാഷണൽ പാർക്ക് കാണാം. അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജമലയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ നീലക്കുറിഞ്ഞി പൂക്കുന്നത്. അപ്പോൾ അത് ഈ നാഷണൽ പാർക്കിന്റെ അകത്താണ്. അപ്പം നാഷണൽ പാർക്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലമാണ് ലക്കം വാട്ടർഫാൾസ് ആണ്. അപ്പോൾ ഇവിടെ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. അപ്പം അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കുളിക്കാം. അതുപോലെ തന്നെ അവിടെ ടോയ്ലറ്റും നമുക്ക് ചേഞ്ചിങ് റൂമും എല്ലാം അവൈലബിൾ ആണ്. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ 4 പേരും ഒരേപോലെ എൻജോയ് ചെയ്ത ഒരു അടിപൊളി സ്ഥലമാണ് ലക്കം വാട്ടർഫാൾസ്. അപ്പോൾ നിങ്ങളുടെ യാത്രയിൽ ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്.
ഇനി അടുത്തതായി നമ്മൾ പോകുന്നത് മറയൂർ ചന്ദനക്കാടുകളിലേക്കാണ്. അതായത് നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ 2 വശത്തായിട്ടും ഒരുപാട് വിലപിടിപ്പുള്ള ചന്ദന മരങ്ങൾ നമ്മൾക്ക് കാണാം. പക്ഷെ ഒരു കാരണവശാലും ഈ സ്ഥലങ്ങളിൽ നിർത്താനോ ഫോട്ടോ എടുക്കാനോ ഒന്നിനാണെങ്കിൽ പോലും നിർത്തരുതെന്ന് കർശനമായി ബോർഡ് അവിടെ എവിടെയായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെയുള്ള ഈ ഒരു കാഴ്ച വളരെ മനോഹരമാണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത്. ചന്ദനക്കാടുകൾ കണ്ട് നമ്മൾ നേരെ പോകുന്നത് മറയൂർ റൂട്ടിലേക്കാണ്. അപ്പോൾ മറയൂർ ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നിലായിട്ട് ഒരുപാട് വഴിയോര കടകൾ നിങ്ങൾക്ക് കാണാം ഭക്ഷണം കഴിക്കുന്നതിനായിട്ട്. അപ്പോൾ അവിടുന്ന് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ല നിങ്ങൾക്ക് മറയൂർ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഈ മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു സ്ഥലമാണ് മറയൂർ ശർക്കര ഫാക്ടറി. അതായത് ശർക്കര ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒത്തിരി ഫാക്ടറീസ് നമ്മൾക്ക് ഈ വഴിയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫാക്ടറികളിൽ നിന്ന് എല്ലാം തന്നെ നമുക്ക് വളരെ രുചികരമായിട്ടുള്ള കരിമ്പിൻ ജ്യൂസ് കുടിക്കാനും ലഭ്യമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മുനിയറ ആനക്കോട്ടപ്പാറ. അതായത് 1000 വർഷത്തോളം പഴക്കമുള്ള മുനിയറകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ മെഗാലിത്തിക് പീരീഡിലുള്ള കല്ലറകളെയാണ് മുനിയറകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് ഒരുപാട് പോയിന്റുകളിലായിട്ട് ഈ മുനിയറകൾ നമ്മൾക്ക് കാണാം. ഈ ഒരു സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഇത് കാണാൻ വേണ്ടി നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു റൂട്ടാണ്. അതുകൊണ്ട് മൂന്നാർ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്, ഭ്രമരം വ്യൂ പോയിന്റ്. പേര് പോലെ തന്നെ നമ്മുടെ ഭ്രമരം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് ഈ ഒരു പ്രദേശം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് നിർത്തി ഏകദേശം ഒരു 900 മീറ്റർ നടന്നു വേണം ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറുമാടവും ചെറിയ ചെറിയ ഹട്ടുകളും അതുപോലെ തന്നെ വ്യൂ പോയിന്റും നമ്മൾ താഴ്വാരത്തേക്ക് നോക്കുമ്പോൾ ഒരു 3 ഗ്രാമങ്ങളൊക്കെ ചേരുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയും നമ്മൾക്ക് ഇവിടെ നിന്ന് കാണാം. ഇനി നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാന്തല്ലൂർ തോട്ടങ്ങളിലേക്കാണ്. അതായത് സ്ട്രോബെറി തോട്ടവും പച്ചക്കറി തോട്ടവും ഓറഞ്ച് തോട്ടവും അങ്ങനെ നമ്മൾക്ക് കാണാനും ഇതെല്ലാം നേരിട്ട് വാങ്ങാനും പറിച്ച് കഴിക്കാനും ഒക്കെ ഉള്ളൊരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കാന്തല്ലൂർ പഴത്തോട്ടങ്ങൾ. അപ്പോൾ മൂന്നാർ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതെല്ലാം കണ്ട് നിങ്ങൾ തിരിച്ച് മൂന്നാർ വരികയാണെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു അടുത്ത അടിപൊളി സ്ഥലമാണ് ഹൈഡൽ പാർക്ക്. ഇത് KSEBയുടെ ഒരു വെഞ്ചറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ സ്ക്രീനിൽ കാണാം. ഞങ്ങൾ മുന്നത്തെ മൂന്നാർ വീഡിയോ ചെയ്തപ്പോൾ അന്ന് എടുത്ത ദൃശ്യങ്ങളാണ്, മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ ചെറിയ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, വൈകുന്നേരങ്ങളിൽ നമ്മൾക്ക് ചെന്നിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഹൈഡൽ പാർക്ക്. പക്ഷേ ഇത്തവണ ഞങ്ങൾ ചെന്നപ്പോൾ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് ഇത് ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷെ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് എന്തായാലും അതിൻ്റെ ആ തർക്കമൊക്കെ മാറി ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു മനോഹരമായിട്ടുള്ളൊരു പാർക്കാണ് മൂന്നാറിലെ ഹൈഡൽ പാർക്ക്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള മൂന്നാറിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാർ. അതായത് മൂന്നാറിൽ നിന്നും ഒരു 1.9 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് നമ്മുടെ സായാഹ്നങ്ങളൊക്കെ വളരെ കളർഫുൾ ആക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. കുട്ടികൾക്കായിട്ടുള്ള പാർക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും ഒക്കെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഈ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിക്ക് ഇവിടെയുള്ള മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ആണ്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോയാണ്. അതായത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിലേക്ക് ലയിച്ചു പോകുന്ന തരത്തിലുള്ള നല്ലൊരു മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ആണ് ഇത്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ നമ്മുടെ മൂന്നാർ ട്രിപ്പ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഞങ്ങളുടെ ഈ യാത്ര മനോഹരമാക്കിയത് ഈ ഒരു ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഈ ഒരു മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ആണ്. അപ്പം അതോടുകൂടി നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മൂന്നാറിന്റെ ഈ ഒരു ചെറിയ ഡീറ്റെയിൽഡ് ട്രിപ്പ് പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് മീ ദീപിക റാം സൈനിങ് ഓഫ് from We Are In Tour. Bye bye.